ആരാണ് വിനോദ് കാംബ്ലി? ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു വീഡിയോ ഉണ്ട്. വിനോദ് കാംബ്ലിയും സച്ചിൻ ടെണ്ടുൽക്കറും ഉള്ള ഒരു സ്റ്റേജിലെ ഒരു ചെറിയൊരു വീഡിയോ. അപ്പോൾ അത്യാവശ്യം വിഷമം തോന്നുന്നൊരു വീഡിയോ ആണ്. വിനോദ് കാംബ്ലി അങ്ങനെ കാണുമ്പോൾ നമുക്ക് വലിയ രീതിയിൽ വിഷമം തോന്നും. അതായത് ഇവരെ കുറിച്ചിട്ട് ലോകം അറിയുന്നത് 1988 664 റൺസിൻ്റെ ഒരു അൺബീറ്റൻ പാർട്ട്ണർഷിപ്പ്, 2 സ്കൂൾ പിള്ളേർ അടിച്ച സ്കോറാണ്. അന്ന് അവരുടെ കോച്ച് പറഞ്ഞത് ഇവൻ ലോകം അറിയുന്ന ഏറ്റവും വലിയൊരു ക്രിക്കറ്ററായി മാറും. അത് ശരിക്കും പറഞ്ഞാൽ സച്ചിൻ ടെണ്ടുൽക്കറെ കുറിച്ചായിരുന്നില്ല, അത് വിനോദ് കാംബ്ലിയെ കുറിച്ചായിരുന്നു. അങ്ങനെയുള്ള വിനോദ് കാംബ്ലി ഇൻ്റർനാഷണൽ ക്രിക്കറ്റിൽ വരുന്നത് നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ലെഫ്റ്റ് ഹാൻഡർ ബാറ്റ്സ്മാനായിട്ടാണ്. സോ അതായത് ഒരാൾക്ക് സ്വപ്നത്തിൽ കൂടിയും വിചാരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു എൻട്രിയാണ് വിനോദ് കാംബ്ലിയുടേത് ടെസ്റ്റ് മാച്ച് ക്രിക്കറ്റിൽ. വിനോദ് കാംബ്ലി ആയിരുന്നു ഇന്ത്യയുടെ യങ്ങസ്റ്റ് പ്ലെയർ ഹു സ്കോർഡ് എ ഡബിൾ സെഞ്ചുറി ഇൻ എ ടെസ്റ്റ് മാച്ച്. അന്ന് വിനോദ് കാംബ്ലിയുടെ പ്രായം എന്നത് 21 വയസ്സായിരുന്നു. വിനോദ് കാംബ്ലി 1000 ടെസ്റ്റ് റൺസ് സ്കോർ ചെയ്തത് വെറും 14 മാച്ചിലാണ്. അതും ഇന്ത്യയുടെ റെക്കോർഡാണ്. വിനോദ് കാംബ്ലിയാണ് ബാക്ക് ടു ബാക്ക് 2 ഡബിൾ സെഞ്ചുറി അടിക്കുന്നത്. അതും 52 വർഷത്തെ ബ്രാഡ്മാൻ്റെ റെക്കോർഡാണ് വിനോദ് കാംബ്ലി തകർത്തത്. ഇതൊക്കെ പറയുമ്പോൾ വിനോദ് കാംബ്ലിയുടെ പ്രായം എന്ന് പറയുന്നത് 21 വയസ്സാണ്. അതായത് അന്നത്തെ സമയത്ത് ഇന്ത്യയിൽ ക്രിക്കറ്റ് ശരിക്കും തലക്കി പിടിച്ച ഒരു സമയമുണ്ട്, എനിക്കടക്കം. ഇന്ന് അത്രത്തോളം ക്രിക്കറ്റൊന്നും വലിയ രീതിയിൽ ആൾക്കാർക്ക് ഇമ്പാക്റ്റ്ഫുൾ അല്ല. പക്ഷെ അന്ന് ക്രിക്കറ്റ് ഭയങ്കര ഇമോഷണലായിട്ട് വളരെ കണക്റ്റഡ് ആയിരുന്നു. അന്ന് ഞാൻ കാണുമ്പോഴേ ഒരു സെഞ്ചുറി അടിക്കാന്നൊക്കെ പറഞ്ഞ വലിയ വിഷയമാണ്. അതിൽ തന്നെ ഒരാൾ ഡബിൾ സെഞ്ചുറി അടിക്കുന്നു, 1000 റൺസ് സ്കോർ ചെയ്യുന്നു. ഇതെല്ലാം സംഭവിക്കുന്നത് 21 വയസ്സിലാണ്. അന്ന് കാംബ്ലിയെ കമ്പയർ ചെയ്യുന്നത് ബ്രാൻ ലാറയായിട്ടാണ്. ഇമാജിൻ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ 21 വയസ്സിൽ ഒരാൾക്ക് സംഭവിക്കുന്നത് അല്ലേ. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി വിനോദ് കാംബ്ലിയുടെ ടെസ്റ്റ് മാച്ച് കരിയർ എൻഡഡ് ഓൺലി ഇൻ 3 years ടൈം. അതായത് ഒരാൾ 93-ൽ സ്റ്റാർട്ട് ചെയ്യുന്നു കരിയർ, 95-ൽ അയാളുടെ കരിയർ എൻഡാവുന്നു. അത് ടെസ്റ്റ് മാച്ചിൽ. പിന്നീട് വൺ ഡേ മാച്ചസ് ഒക്കെ കുറേ കളിച്ചിട്ടുണ്ട്, പോയി വന്ന്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി കുടി ക്ലീൻ. അപ്പോൾ ഇവിടെ പറയാൻ വന്നത്, ഒരു സ്ഥലത്ത് സച്ചിൻ ടെണ്ടുൽക്കർ, വിനോദ് കാംബ്ലി രണ്ടുപേരും കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരേ പേസിൽ. സച്ചിനെക്കാട്ടും വലിയ പേസിലാണ്, ഈവൻ ടാലൻ്റായിരുന്നു. സച്ചിനെക്കാട്ടും സക്സസ്ഫുള്ളി ആളെ അച്ചീവ് ചെയ്തു ഏർലി ഏജിൽ. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇന്ന് സച്ചിൻ ലോകമറിയുന്ന ഏറ്റവും വലിയൊരു ബാറ്റ്സ്മാനായിട്ട് നിൽക്കുന്നു. വിനോദ് കാംബ്ലിയെ സത്യം പറഞ്ഞാൽ ആർക്കും തന്നെ അറിയാതെ പോയി. ഇപ്പം ഈ ഒരു ഇൻസിഡൻറ്റ് വന്നപ്പോഴാണ് ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ വിനോദ് കാംബ്ലി ആരാണെന്ന് അറിഞ്ഞു തുറന്നിടുന്നത്. സോ ശരിക്കും എന്തായിരുന്നു പ്രശ്നം? ടാലൻ്റ് ആയിരുന്നോ? ഒരിക്കലും അല്ല. ഹി വാസ് റിയലി ടാലൻറ്റഡ് ഗൈ. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി എന്തായിരുന്നു വിനോദ് കാംബ്ലി മിസ് ചെയ്തെന്നറിയോ? ആറ്റിറ്റ്യൂഡ്, ഡിസിപ്ലിൻ, ഫോക്കസ്, ഹംബിൾനെസ്. അതായത് നമുക്ക് എത്രത്തോളം ടാലൻ്റ് ഉണ്ടായാലും ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ലൈഫിൽ സക്സസ്ഫുൾ ആകണമെന്നില്ല. എനിക്കിവിടെ കുട്ടികളോട് പറയാനുള്ളത്, നമ്മുടെ ഏർലി ഏജിൽ നമ്മുടെ ടാലൻ്റ് കൊണ്ട് നമുക്ക് ഒരുപാട് റെസ്പെക്റ്റും റെക്കഗ്നീഷനും റിട്ടേണും ഇൻകമൊക്കെ കിട്ടിത്തുടങ്ങും. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ആറ്റിറ്റ്യൂഡ് ശരിയില്ലെങ്കിലോ, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫോക്കസ്, അല്ലെങ്കിൽ നമുക്ക് ആ ഹംബിൾനെസ്, ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ചിലപ്പം നമുക്ക് അതുപോലെ തന്നെ ആ ടാലൻറ്റ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ ഇത് കുറേശ്ശെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ റെസ്പെക്റ്റും റെക്കഗ്നീഷനും റിട്ടേണൊക്കെ കുറഞ്ഞു വരും. പക്ഷെ നമ്മൾ തന്നെ അത് റിയലൈസ് ചെയ്യില്ല എന്തുകൊണ്ടാണ് ഇതൊക്കെ കുറയുന്നത്. ആഫ്റ്റർ എ പോയിൻ്റ്, ഒരു 10-40 വയസ്സ് കഴിയുമ്പോൾ നമുക്ക് റിയലൈസേഷൻ വരുന്ന സമയത്തായിരിക്കും മനസ്സിലാവുക നമ്മൾ ഓൾമോസ്റ്റ് ഒറ്റയ്ക്കാണ്, നമ്മുടെ കൂടെ ആരുമില്ല. അതുകൊണ്ട് തന്നെ ടാലൻറ്റ് മസ്റ്റാണ്. അതിൻ്റെ കൂടെ തന്നെ ഈ പറയുന്ന ഡിസിപ്ലിനും ഫോക്കസും, നമുക്ക് കുറച്ച് ആറ്റിറ്റ്യൂഡും നല്ല രീതിയിലുണ്ടായിരിക്കണം. ഗോഡ് ബ്ലെസ് യു.